ഹരികൃഷ്ണ. നാരായണീയം ദശകം 15 ശ്ലോകം 7. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോ ലംഘ്യ ബാല്യം പുനരഭിപദമുഖ്യ ദൈവതാരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാദീ. യുവതിയുടെ ഗർഭപാത്രത്തിൽ കിടന്നു ക്ലേശിക്കുന്നവനും അനവസരത്തിൽ തൻ്റെ ദുഷ്കർമ്മങ്ങളെപ്പറ്റി ബോധമുള്ളവനായിരുന്നിട്ടും പ്രസവ സമയത്ത് വീണ്ടും ജ്ഞാനം നഷ്ടപ്പെട്ടവനായി പീഡകൾ സഹിച്ചുകൊണ്ട് തന്നെ ബാല്യദശയെ തരണം ചെയ്തിട്ട് യൗവനദശ പ്രാപിക്കുന്ന അവസരത്തിൽ വീണ്ടും മോഹിക്കുക തന്നെ ചെയ്യുന്നു. കഷ്ടം. ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു. ഗർഭത്തിൽ കിടന്ന് ക്ലേശിക്കുമ്പോൾ ജീവന് കഴിഞ്ഞ ജന്മത്തിൽ താൻ ചെയ്ത പാപകർമ്മങ്ങളെപ്പറ്റി ബോധം ഉണ്ടാവുകയും ഇനി പിറന്നു കഴിഞ്ഞാൽ സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ജനിച്ചു വീഴുന്നതോടെ ആ ജ്ഞാനം നഷ്ടപ്പെട്ടിട്ട് ക്ലേശം സഹിച്ചുകൊണ്ട് ബാല്യദശ കടന്നു കഴിഞ്ഞാൽ വീണ്ടും മായാമോഹിതനായി പാപപ്രവർത്തികൾക്ക് വശംവദനാകുകയും ചെയ്യുന്നു എന്ന സത്യമാണ് കപിലമുനി മാതാവിനോട് പറയുന്നത്. ഭഗവാന്റെ ഈ മായയിൽപ്പെട്ട് ബോധം നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പൊന്നു ഭഗവാനെ തന്നെ കൂട്ടുപിടിക്കുക, ഭഗവാനെ മുറുക്ക പിടിക്കുക, എല്ലാ തൃപ്പാദത്തിൽ സമർപ്പിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴുണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.